ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കളിൽ സർക്കാരിന് നിയന്ത്രണം ഉറപ്പാക്കുന്ന നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സൂചന നൽകി സുപ്രീം കോടതി. കേസിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം അനുവദിച്ച കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഉത്തരവ് വരുന്നതുവരെ വഖഫ് ബോർഡിൽ നിയമനം പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിലവിലെ വഖഫ് സ്വത്തുക്കൾ വഖഫ് അല്ലാതാക്കരുത്, അതിൽ തൽസ്ഥിതി തുടരണമെന്നും കോടതി അറിയിച്ചു. സമസ്ത കേരള, ജമിയത്തുൽ ഉലമ ഉൾപ്പെടെ ഒരു ഡസനിലേറെ ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത്. എല്ലാ ഹർജിക്കാരെയും കേൾക്കാനാകില്ലെന്നും 5 പേരെ മാത്രമേ കേൾക്കാനാകൂവെന്നും കോടതി അറിയിച്ചു. ഇത് ആരൊക്കെയാണെന്ന തീരുമാനം ഹർജിക്കാർക്ക് തന്നെ തീരുമാനിക്കാമെന്നും കോടതി വിട്ടുകൊടുത്തു. കേസിൽ അടുത്ത മാസം 5-ന് വീണ്ടും വാദം കേൾക്കും. ഇന്നലെ 3 മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിൽ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതി നടപടി തുടങ്ങിയ ഉടൻ സ്റ്റേ ചെയ്യരുതെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്നലെ സമസ്തയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് അസാധാരണ നടപടിയാകുമെന്ന് സർക്കാർ വാദിച്ചു. ഇതോടെ പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സർക്കാരിനെ കോടതി അറിയിച്ചു. ഇതിനൊടുവിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തിന് കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിക്കുകയായിരുന്നു. ഇന്ന് വാദം കേൾക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഇത് കോടതി അംഗീകരിച്ചു. അതുവരെ നിയമനപ്രകാരം ബോർഡിലേക്കും കൗൺസിലുകളിലേക്കും ഒരു നിയമനവും നടക്കില്ലെന്നും സർക്കാരും ഉറപ്പു നൽകി. വിജ്ഞാപനത്തിലൂടെയോ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചോ ആയ വഖഫ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ സ്റ്റാറ്റസിൽ മാറ്റം വരുത്തില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നേരത്തെ വഖഫ് നിയമം ഭരണഘടനയുടെ 14, 15, 25, 26, 300A അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത ഹർജി നൽകിയത്. വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 35 ഭേദഗതികളാണ് നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സമസ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. സമസ്തയെ കൂടാതെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിന്റെ അസദുദ്ദീൻ ഒവൈസി, AAP നേതാവ് അമാനത്തുള്ള ഖാൻ, പൗരാവകാശ സംഘടന APCR, ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെ മൗലാന അർഷദ് മദനി, തമിഴ് നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ്, RJD MP മനോജ് ഷാ, മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, SDPI തുടങ്ങിയവരുടെ ഹർജികളും കോടതി മുമ്പാകെയുണ്ട്. വിഷയത്തിൽ തങ്ങളെ കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും ഹർജി നൽകിയിട്ടുണ്ട്. സമസ്തയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ PV ദിനേശ്, അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി PS, അഡ്വക്കേറ്റ് മുഹമ്മദ് തൊയ്ബ് ഹുദവി എന്നിവരും ഹാജരായി. Waytonikah.com, the exclusive Muslim matrimonial site.